കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശിവഭഗവാന്റെ പത്നികളെ പറ്റി കേട്ടിട്ടുണ്ട്. അതായത് സതീദേവി, പാർവതീദേവി. സതീദേവിയും പാർവതീദേവിയും സത്യത്തിൽ ഒന്നു തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എങ്ങനെയാണ് ശ്രീ പരമേശ്വരന് അർദ്ധനാരീശ്വരൻ എന്നുള്ള പേര് വന്നത്? അപ്പോൾ നമുക്ക് സതീദേവിയുടെ പാർവതീദേവിയുടെ കഥ, പിന്നെ അർദ്ധനാരീശ്വരൻ എന്ന പേര് വന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ വിശദമായിട്ട് കേൾക്കാം. ദക്ഷ പ്രജാപതിയുടെ മകളായിരുന്നു സതീദേവി. സതീദേവിയാണ് ഭഗവാന്റെ ഭാര്യ ആയിരുന്നത്. അപ്പോൾ സതീദേവിക്ക് ശ്രീ പരമേശ്വരനിൽ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ സതീദേവി ആത്മഹത്യ ചെയ്തു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് മകളുടെ ഭർത്താവായിരുന്നാലും ശ്രീ പരമേശ്വരന് ദക്ഷന് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലെ ഈ പ്രജാപതികൾ തമ്മിലൊരു യാഗം നടത്തിയപ്പോൾ അതിൽ ദക്ഷനെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഭയങ്കര ബഹുമാനം. പക്ഷേ പരമേശ്വരൻ സ്ഥാനത്ത് നിന്ന് അനങ്ങിയില്ല. പരമേശ്വരനെ അങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല, പരമേശ്വരൻ ഭഗവാനാണ്. പക്ഷെ ദക്ഷന് അല്പം അഹങ്കാരവും ഈഗോ ഒക്കെ കൂടിയ കാരണം തൻ്റെ മകളുടെ ഭർത്താവ് തന്നെ അപമാനിച്ചു. അപ്പോൾ ഇവനായിട്ട് ഇനി വിരോധാവാം എന്നുള്ളൊരു ഭാവത്തിൽ ശിവഭഗവാനെ അത്രേ കരുതിയിട്ടുള്ളൂ. അപ്പോൾ ശിവഭഗവാനെ തമ്മിൽ അത്ര ഇഷ്ടമായില്ല ദക്ഷന്. അപ്പോൾ ഭഗവാനെ അപമാനിക്കണം എന്ന് വെച്ചിട്ട് തന്നെ ഒരു പാഠം പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ഈ യാഗത്തിൽ പരമേശ്വരനെ മാത്രം വിളിച്ചില്ല, ശിവഭഗവാനെ മാത്രം വിളിച്ചില്ല, ബാക്കി എല്ലാ ദേവന്മാരെയും മഹർഷിമാരെയും എല്ലാവരെയും വിളിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു യാഗം നടത്തുന്നുണ്ടെന്ന് സതീദേവിക്ക് അറിഞ്ഞു. അപ്പോൾ സതീദേവിക്ക് യാഗത്തിന് പോകണമെന്നുണ്ട്. അപ്പോൾ സതീദേവി സ്വന്തം ഭർത്താവായ പരമേശ്വരനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ യാഗം നടത്തുന്നുണ്ട്, യാഗത്തിൽ എല്ലാവരും പോകുന്നുണ്ട്, നമ്മളിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ മോളല്ലേ, അപ്പോൾ എനിക്ക് എൻ്റെ ബന്ധുക്കളെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി, അപ്പോൾ നമുക്ക് അവിടെ പോയാൽ എല്ലാവരെയും കാണാം, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീ പരമേശ്വരൻ പറഞ്ഞു, നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരും മൈൻഡ് ചെയ്യാനൊന്നും പോണില്ലേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ദക്ഷന് ശിവഭഗവാന് താല്പര്യമില്ലേ. അപ്പോൾ നീ പോണ്ടെന്ന് പറഞ്ഞാലും സതീദേവി പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അവസാനം സതീദേവി പോയി. ഭർത്താവ് പറഞ്ഞത് കണ്ട് സതീദേവി പോയി. അവിടെ ചെന്നപ്പോൾ ശ്രീ ഭഗവാന്റെ കൂടെയുള്ള ഭൂതഗണങ്ങളൊക്കെ എന്തായാലും സതീദേവിയുടെ കൂടെ പോകുമല്ലോ. അപ്പോൾ സതീദേവിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദക്ഷൻ്റെ അവിടെ ചെന്നപ്പോൾ അമ്മയും ജ്യേഷ്ഠത്തിമാരൊക്കെ കണ്ട് ഒന്ന് നോക്കി. പക്ഷെ വേറെ ആരും ഒന്നും മിണ്ടാനോ മുഖത്ത് നോക്കാനോ ഒന്നും റെഡിയായില്ല. എല്ലാവരും ഭയങ്കര ഒരു ഭാവം. അത് കണ്ടപ്പോൾ സതീദേവിക്ക് വിഷമമായി. സ്വന്തം ആൾക്കാരാണ്, അവരാരും എന്നെ നോക്കണില്ല, മിണ്ടണില്ല എന്നുകൊണ്ട് വിഷമായിട്ട് സതീദേവി ദേഷ്യത്തോട് കൂടിയിട്ട് ആ യാഗാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. സതീദേവിയുടെ ഇങ്ങനെയുള്ള ആത്മഹത്യ കണ്ടപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങൾക്ക് ദേഷ്യം വന്നു. അവരെല്ലാവരും അവിടെ ഉള്ളത് മുഴുവനും നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ദേവഭൂതഗണങ്ങളും ശിവഭൂതഗണങ്ങളും എല്ലാവരും കൂടി ഒരു യുദ്ധമായി അവിടെ. മാത്രമല്ല നാരദൻ അപ്പോഴേക്കും ഈ ന്യൂസ് ശിവഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ ശിവഭഗവാൻ തൻ്റെ ഭാര്യ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേട്ടപ്പോൾ ശിവഭഗവാന് ദേഷ്യമായിട്ട്, ശിവഭഗവാൻ അറിയാലോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോകം തന്നെ ഇല്ല. അപ്പോൾ ശിവഭഗവാൻ തൻ്റെ ചാട്ട നിലത്തടിച്ചു. അപ്പോൾ തന്നെ വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. വീരഭദ്രൻ്റെ പിതാവാണ് ശിവൻ. അപ്പോൾ പറഞ്ഞു, വേഗം പോയിട്ട് ദക്ഷൻ്റെ യാഗവും നശിപ്പിക്കുക, ദക്ഷനെയും കൊല്ലുക. ഇതാണ് പറഞ്ഞു വിട്ടത്. വീരഭദ്രൻ അത് പറഞ്ഞു കേട്ട വഴിക്ക് ശൂലവും കൊണ്ട് പോയി. ഭൂതഗണങ്ങളും പോയി. വീരഭദ്രൻ തോന്നുക ശരിക്കും അവിടെ വലിയൊരു പ്രളയം വരണ പോലെയോ ഭൂമികുലുക്കം പോലെയൊക്കെ തോന്നുക. അതുപോലെ പൊടിപടലങ്ങളും സമുദ്രത്തിലെ തിരമാലകളൊക്കെ ആഞ്ഞടിക്കുക.
ആകെ ഭൂമി മുഴുവനും ആകൊരു എന്താ പറയുക, അത്രയും വലിയ ശബ്ദവും കോലാഹലങ്ങളും മാത്രമല്ല സൂര്യനെ കാണാനില്ലേ. അങ്ങനെ ആകൊരു അവസ്ഥ. അപ്പോൾ എന്തോ ശിവൻ്റെ കോപമായിരിക്കുമെന്ന് യാഗശാലയിൽ പലരും പറഞ്ഞു. ശിവഭഗവാന്റെ കോപമായിരിക്കും, ശിവഭഗവാന്റെ ഭാര്യയല്ലേ മരിച്ചത്. അപ്പോൾ എന്തായാലും ശിവഭഗവാന് ഇഷ്ടപ്പെടില്ലല്ലോ. ശിവഭൂതഗണങ്ങൾ അപ്പോൾ അവിടെ മുഴുവനും നശിപ്പിക്കാനുള്ള ശ്രമങ്ങളായി എല്ലാവരും കൂടി. എന്നിട്ട് അവസാനം ഈ വീരഭദ്രൻ ഈ പറയുന്ന ദക്ഷനെ കഴുത്തിലെ ശൂലം കൊണ്ട് കുത്തിയിറക്കി കൊന്നു എന്ന് തന്നെ പറയും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും പേടിച്ചോടി. ഇനി ഇങ്ങനെ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ആകെ കൂടി ശിവഭഗവാന്റെ കോപം ഉണ്ടായപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വഴിയില്ല, എല്ലാം നശിച്ചു പോകും, അപ്പോൾ ലോകം തന്നെ നശിക്കാനാണ് പോണത്, എന്താ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രഹ്മാവിന് ഒരു തീരുമാനമുണ്ട്. ബ്രഹ്മാവിന് പേടിയായി, കാരണം എന്ന് വെച്ചാൽ എല്ലാം നശിക്കാനാണ് പോണത്. അപ്പോൾ ബ്രഹ്മാവ് വേഗം പോയിട്ട് കൈലാസത്തിൽ പോയിട്ട് ശിവഭഗവാന്റെ കാൽക്കൽ വീണു. ദേവന്മാരും ഋഷിമാരും എല്ലാവരും പോയി ശിവഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ ബ്രഹ്മാവ് നമസ്കാരം ചെയ്യുന്ന കണ്ടിട്ട് ശിവഭഗവാനും ബ്രഹ്മാവിനെയും നമസ്കരിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്താണ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഈ ഒരു കോപമൊന്നും ഒഴിവാക്കി തരിക, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ അവസാനം ശിവഭഗവാൻ ഒന്ന് തണുത്തു. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ദക്ഷനെ നമുക്ക് ജീവിപ്പിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ യജ്ഞം പൂർത്തിയാവട്ടെ, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് അവസാനം ദക്ഷൻ്റെ ശിരസിന് പകരമായിട്ട് ഒരു പശുവുണ്ട്, യജ്ഞത്തിൽ അർപ്പിക്കുന്ന പശു, അതിൻ്റെ തല മുറിച്ചിട്ട് ദക്ഷൻ്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ദക്ഷൻ വീണ്ടും ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ എണീറ്റ് വന്നു. എന്നിട്ട് ശിവഭഗവാനെ സ്തുതിക്കുകയും കാലിൽ തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ദക്ഷൻ്റെ അഹങ്കാരവും ശമിച്ചു. അപ്പോൾ ദക്ഷൻ അപ്പോൾ ഉടനെ ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് അവിടെ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്ത് വന്നു ചേർന്നു. അപ്പോൾ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് തൊഴുതു. അപ്പോൾ ദക്ഷനോട് മഹാവിഷ്ണു പറഞ്ഞു, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റുക ഇങ്ങനെ പറഞ്ഞിട്ടൊരു താക്കീതും കൊടുത്തു. പരബ്രഹ്മത്തിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ ഇങ്ങനെയുള്ള കോപങ്ങളും ദേഷ്യങ്ങളും യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കി പരബ്രഹ്മത്തിൽ ലയിക്കുക, അങ്ങനെയൊരു വാക്കും കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ ശിവഭഗവാനും അതുപോലെ ബ്രഹ്മാവും മഹാവിഷ്ണുവും ഒക്കെ ത്രിമൂർത്തികളാണ്. അപ്പോൾ ആ ത്രിമൂർത്തികളിൽ തമ്മിൽ തെറ്റിക്കാനോ അതുപോലെ തന്നെ ദേവന്മാരുടെ സൈഡിൽ നിൽക്കുക, ദേവഗണങ്ങളും ഭൂതഗണങ്ങളും ശിവഭൂതഗണങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാക്കുക, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ബ്രഹ്മത്തിൽ ഉറച്ച് മുന്നോട്ട് പോകാമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. പിന്നെ ദക്ഷന യാഗം പൂർത്തീകരിച്ചു. അപ്പോൾ സതീദേവി ആ യാഗത്തിൽ യാഗാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നല്ലോ. അപ്പോൾ സതീദേവി ഹിമവാന്റെ മകളായിട്ട് പാർവതി എന്ന പേരിൽ പുനർജനിച്ചു. അപ്പോൾ ഈ ശിവഭഗവാന്റെ പത്നിയായിട്ട് പിന്നീട് പാർവതി വരെയാണ്. ഹിമവാന്റെ പുത്രിയായിട്ടാണ് ജനിച്ചത്. തപസ്സിലൂടെയാണ് അവസാനം ശിവഭഗവാനെ സ്വന്തം ഭർത്താവായി കിട്ടിയത്. ഒരുപാട് തപസ്സൊക്കെ ചെയ്തിട്ടാണ് ശ്രീപാർവതിക്ക് ശിവഭഗവാനെ തൻ്റെ ഭർത്താവായി കിട്ടിയത്. അപ്പോൾ ശിവഭഗവാനെ എൻ്റെ പത്നിയായിരുന്നപ്പോൾ ശ്രീപാർവതിയുടെ ആ ഒരു രീതിയും ഒക്കെ കണ്ടപ്പോൾ ശിവഭഗവാന് അത്രയും ഇഷ്ടം തോന്നി തൻ്റെ ഭാര്യയോട്. അത്ര ഇഷ്ടവും വാത്സല്യമുള്ള കാരണം ശിവഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗവും ശ്രീപാർവതിക്ക് സ്വന്തമായിട്ട് കൊടുത്തു. അങ്ങനെ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം, അതായത്
രൂപം അങ്ങനെ കൊടുത്ത കാരണം ശ്രീ പാർവതിക്ക് കൊടുത്ത കാരണമാണ് അർദ്ധനാരീശ്വരൻ എന്ന് ഭഗവാനെ വിളിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശിവഭഗവാൻ ഇങ്ങനെയാണ് അർദ്ധനാരീശ്വരനെ പകുതി ഭാഗം പാർവതീ ദേവിയും പകുതി ഭാഗം ഭഗവാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ശിവഭഗവാൻ. അതായത് പകുതി ശിവഭഗവാനും പകുതി പാർവതിയാണ്. അങ്ങനെ അതാണ് അർദ്ധനാരീശ്വരൻ എന്നുള്ളത് തൻ്റെ ഭാര്യയോടുള്ള അത്രയും സ്നേഹം കൊണ്ടാണ്. അതാണ് ഈ കഥയിൽ പറയണത്. അപ്പോൾ ഇതൊക്കെ ഭാഗവതത്തിലെ കഥയാണ്. ഇതൊക്കെ കേൾക്കുന്നതും നമ്മൾ ചൊല്ലുന്നതും വായിക്കുന്നതും ഒക്കെ വളരെ ഒരു നല്ല അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുക. ഇനി ഒരുപാട് കഥകളുണ്ട് പറയാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.